ഹായ് ഫ്രണ്ട്സ്, ഫിറ്റ്നസ് വിത്ത് മാത്യു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിനു മുൻപ് ഈ ചാനലിൽ തന്നെ ചെയ്ത ഹാർട്ട് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ട് 1 നമ്മുടെ ഹാർട്ടിൻ്റെ 4 ചേംബേഴ്സ് അല്ലെങ്കിൽ അറകളെ കുറിച്ച് ഞാൻ പരാമർശിച്ചിരുന്നു. പാർട്ട് 1 നമ്മുടെ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള 2 ചേംബേഴ്സിനെ കുറിച്ച്, ലെഫ്റ്റ് ആർട്ടറിയും പിന്നെ പ്രധാനമായും ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇതിനെക്കുറിച്ചാണ് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. നമുക്ക് ഹാർട്ടിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിൽ കൂടി നോക്കാം. ഈ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷനിൽ ഹാർട്ടിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കൂടി നമുക്ക് നോക്കാം. ഞാൻ ആ ബ്ലഡിൻ്റെ ഫ്ലോ ഒന്നുകൂടി പറയാം. അതായത് ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് ലങ്സിൽ നിന്നും ഹാർട്ടിലേക്ക് വരുന്നു. അത് ഹാർട്ടിലെ ലെഫ്റ്റ് ആട്രിയം എന്ന് പറയുന്ന ചേംബറിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്നും ഈ ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പ്രവേശിക്കുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിള് ഈ ഓക്സിജൻ അടങ്ങിയ ബ്ലഡിനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യുന്നു. ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് ശരീരത്തിൻ്റെ എല്ലാ സെല്ലുകളിലും എത്തുന്നു. സെല്ലുകൾ ഈ ഓക്സിജനും ന്യൂട്രിയൻസ് ഉപയോഗിച്ച് എനർജി ഉൽപ്പാദിപ്പിക്കുന്നു. എനർജി ഉൽപ്പാദനത്തിന് ശേഷമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് വരുന്നു. തിരിച്ച് ഹാർട്ടിലേക്ക് വരുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡ് ഹാർട്ടിലേക്ക് പ്രവേശിക്കുന്നത് റൈറ്റ് ആട്രിയത്തിലൂടെയാണ്. റൈറ്റ് ആട്രിയത്തിലൂടെ പ്രവേശിച്ച ഈ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പ്രവേശിക്കുന്നു. റൈറ്റ് വെൻട്രിക്കിള് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡിനെ പമ്പ് ചെയ്ത് ലങ്സിലേക്ക് വിടുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഹാർട്ടിലെ 4 ചേംബേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളും റൈറ്റ് വെൻട്രിക്കിളും രണ്ടുപേരും ബ്ലഡ് പമ്പ് ചെയ്യുന്ന ആളുകളാണ്. ലെഫ്റ്റ് വെൻട്രിക്കിള് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യുന്നു. റൈറ്റ് വെൻട്രിക്കിള് കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിനെ ലങ്സിലോട്ട് പമ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഹാർട്ടിൻ്റെ 4 ചേംബേഴ്സിൽ ലെഫ്റ്റ് സൈഡിലുള്ള ചേംബേഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതേപോലെ റൈറ്റ് സൈഡിലുള്ള ചേംബേഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്നും തിരിച്ചു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡിനെ തിരിച്ച് ലങ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡ് ലങ്സിലേക്ക് തിരിച്ചെത്തുന്നതോടെ ഈ സർക്യൂട്ട് പൂർത്തിയായി. ബ്ലഡ് ലങ്സിൽ നിന്നും ഓക്സിജനുമായി യാത്ര ആരംഭിച്ചു, തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ലങ്സിലോട്ട് തിരിച്ചെത്തി. ഈ ഒരു ബ്ലഡ് ഫ്ലോ നമുക്ക് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണെന്ന് തോന്നും. പക്ഷേ ഈ ബ്ലഡ് ഫ്ലോ കൃത്യമായി നടക്കാൻ വേണ്ടി നമ്മുടെ ശരീരം ഹാർട്ടിൽ ഒരു മെക്കാനിസം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഹാർട്ടിലെ വാൽവുകൾ എന്ന് പറയും. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഹാർട്ടിലെ വാൽവുകൾ. നമ്മുടെ ഹാർട്ടിലെ വളരെ പ്രധാനപ്പെട്ട അവയവമാണ് ഈ വാൽവുകൾ. അപ്പം നമുക്ക് വാൽവുകളുടെ ഫങ്ഷനും കൂടി കുറച്ച് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൽ നമ്മുടെ വാൽവുകളുടെ റോള്, എങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്, അതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. സിമ്പിളായിട്ട് വാൽവുകളുടെ ഫങ്ഷൻ എന്താണ്? ഈ വാൽവിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയും. അതായത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഈ വാൽവുകൾ ഫ്ലോ അനുവദിക്കുള്ളൂ. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഈ വാൽവ് ഓപ്പൺ ആവുള്ളൂ. റിവേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫ്ലോ വന്നാൽ ഈ വാൽവുകൾ അടയും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പൈപ്പിൽ ഒരു വാൽവ് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഡയറക്ഷനിലെ അതിൽ ഫ്ലോ അനുവദിക്കുള്ളൂ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലോ വന്നു കഴിഞ്ഞാൽ ആ വാൽവ് അടയും. ഇതേപോലെ ഒരു 4 വാൽവുകൾ നമ്മുടെ ഹാർട്ടിൽ ബോഡി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാൽവുകളുടെ പേരുകളൊന്നും നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻ്റ് ഒന്നല്ല. ഞാൻ ഈ പേരുകൾ മനഃപൂർവ്വം പറയാതിരിക്കുന്ന കാരണം കൂടുതൽ മെഡിക്കൽ ടേംസ് പറഞ്ഞ് എല്ലാവരെയും കൺഫ്യൂഷൻ ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഈ വാൽവുകൾ ഏതൊക്കെയാണ്, അതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ 4 വാൽവുകളെ നമുക്ക് വേണമെങ്കിൽ 2 വിഭാഗമായിട്ട് തിരിക്കാം. അതായത് 2 വാൽവുകൾ നമ്മുടെ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് വെൻട്രിക്കിളിനെ സഹായിക്കാൻ, അതായത് ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ പമ്പിങ് കൃത്യമായി നടക്കാൻ. ഇനി മറ്റുള്ള 2 വാൽവുകൾ ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിൽ റൈറ്റ് വെൻട്രിക്കിളിനെ സഹായിക്കാൻ, റൈറ്റ് വെൻട്രിക്കിളിൻ്റെ പമ്പിങ് കൃത്യമായി നടക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിനെ സഹായിക്കുന്ന 2 വാൽവുകളുടെ കാര്യം നോക്കാം. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിരുന്നു, ലങ്സിൽ നിന്നും
ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് ലെഫ്റ്റ് ആട്രിയത്തിലൂടെ ഹാർട്ടിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളത്. ലെഫ്റ്റ് ആട്രിയത്തിലൂടെ പ്രവേശിച്ച ഓക്സിജൻ ബ്ലഡ് പിന്നെ അത് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പ്രവേശിക്കുകയാണ്. ലെഫ്റ്റ് വെൻട്രിക്കിള് ബ്ലഡ് കൊണ്ട് നിറഞ്ഞ് ഫില്ലായി കഴിയുമ്പോൾ ഈ ലെഫ്റ്റ് വെൻട്രിക്കിള് കോൺട്രാക്ട് ചെയ്യുന്നു, സ്ക്യൂസ് ചെയ്യുന്നു. നമുക്കറിയാം ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിന് 2 സൈഡിൽ ഓപ്പണിംഗ് ഉണ്ട്. അതായത് ഒരു ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്നും ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിലേക്ക് വന്ന വഴി. രണ്ടാമത്തെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഔട്ട്പുട്ട്, അതായത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും നമ്മുടെ മെയിൻ ആർട്ടറിയായ അയോർട്ടയിലേക്ക് ബ്ലഡ് പോകാനുള്ള ഓപ്പണിംഗ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലെഫ്റ്റ് വെൻട്രിക്കിള് നല്ല ശക്തിയിൽ സ്ക്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ബ്ലഡ് 2 ഓപ്പണിങ്ങിൽ കൂടെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. ഒരു സൈഡ് അതിന്റെ ഔട്ട്പുട്ടായ മെയിൻ ആർട്ടറിയായ അയോർട്ടയിലേക്ക്, ഒരു സൈഡ് ബ്ലഡ് വന്ന വഴിയിലേക്ക് തന്നെ, അതായത് തിരിച്ച് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക്. പക്ഷേ അങ്ങനെ ഒരിക്കലും ഈ ബ്ലഡ് തിരിച്ച് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് പോകാൻ പാടില്ല. കാരണം ലെഫ്റ്റ് വെൻട്രിക്കിള് പമ്പ് ചെയ്യുന്ന ബ്ലഡ് കൃത്യമായി ബോഡിയിലേക്ക് എല്ലായിടത്തേക്കും എത്തണം. അതുകൊണ്ട് ഈ ലെഫ്റ്റ് വെൻട്രിക്കിള് പമ്പ് ചെയ്യുന്ന ബ്ലഡ് തിരിച്ച് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് ഒരു റിവേഴ്സ് ഫ്ലോ ഇല്ലാതിരിക്കാനായിട്ട് ഈ ലെഫ്റ്റ് ആട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലായിട്ട് ഒരു വാൽവ് നമ്മുടെ ബോഡി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാൽവ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്നും ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ കയറി ലെഫ്റ്റ് വെൻട്രിക്കിള് ഫില്ലായി സ്ക്യൂസ് ചെയ്യുന്നതിന് തൊട്ടു മുൻപായിട്ട് ഈ ലെഫ്റ്റ് ആട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലുള്ള വാൽവ് അടയും. പിന്നെ ലെഫ്റ്റ് വെൻട്രിക്കിൾ സ്ക്യൂസ് ചെയ്യുമ്പോൾ ബ്ലഡ് നമ്മുടെ മെയിൻ ആർട്ടറിയായ അയോർട്ടയിലേക്ക് മാത്രമേ പോവുള്ളൂ, തിരിച്ച് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് പോയില്ല. കാരണം അവിടെ ഓപ്പണിംഗ് ഇല്ല, അവിടുത്തെ വാൽവ് അടഞ്ഞിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ റിലാക്സ് ആവുമ്പോൾ ഈ അടഞ്ഞ വാൽവ് വീണ്ടും തുറന്നു കഴിയുമ്പോൾ ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്നും ബ്ലഡ് ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരും. ലെഫ്റ്റ് വെൻട്രിക്കിൾ ഫില്ലായി കഴിയുമ്പോൾ വീണ്ടും ഈ വാൽവ് അടയും, ലെഫ്റ്റ് വെൻട്രിക്കിൾ സ്ക്യൂസ് ചെയ്യും. അപ്പോൾ ബ്ലഡ് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് പോയിട്ട് അയോർട്ടയിലേക്ക് പോകും. ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിനെ സഹായിക്കുന്ന വേറൊരു വാൽവുണ്ട്. ഈ വാൽവ് എവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഈ അയോർട്ടയുടെയും ഇടയിലാണ്. ഈ വാൽവിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ലെഫ്റ്റ് വെൻട്രിക്കിള് ശക്തിയായി സ്ക്യൂസ് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പോഴാണ് ഈ ബ്ലഡ് ഈ അയോർട്ടയിലേക്ക് പോകുന്നത്. അങ്ങനെ അയോർട്ടയിലേക്ക് ബ്ലഡ് പോയതിനു ശേഷം ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ വീണ്ടും റിലാക്സ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് അയോർട്ടയിലേക്ക് പോയ ബ്ലഡ് തിരിച്ച് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ഒഴുകാനൊരു ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒഴുകാതിരിക്കാൻ ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും അയോർട്ടയുടെയും ഇടയിലൊരു വാൽവ് ഉണ്ട്. ഓരോ പ്രാവശ്യവും ലെഫ്റ്റ് വെൻട്രിക്കിൾ സ്ക്യൂസ് ചെയ്യുമ്പോൾ ഈ വാൽവ് ഓപ്പൺ ആവും, ബ്ലഡ് അയോർട്ടയിലേക്ക് പോകും. അത് കഴിഞ്ഞ് ലെഫ്റ്റ് വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുന്ന തൊട്ട് മുൻപായിട്ട് ഈ വാൽവ് അടയും. അപ്പോൾ ബ്ലഡ് തിരിച്ച് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ഒഴുകില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വാൽവ് ഓപ്പൺ ആവുന്നത് ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ ശക്തിയായി പ്രഷറിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ലെഫ്റ്റ് വെൻട്രിക്കിൾ റിലാക്സ് ആവുമ്പോൾ, പ്രഷർ ഇല്ലാണ്ടാവുമ്പോൾ ഈ വാൽവ് അടയുന്നു. അപ്പൊ ഈ 2 വാൽവുകളാണ് ലെഫ്റ്റ് വെൻട്രിക്കിളിനെ സഹായിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് റൈറ്റ് വെൻട്രിക്കിളിന്റെ കാര്യം. കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡ് റൈറ്റ് ആട്രിയത്തിലൂടെ ഹാർട്ടിലേക്ക് പ്രവേശിക്കുന്നു. റൈറ്റ് ആട്രിയത്തിലെത്തിയ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു. റൈറ്റ് വെൻട്രിക്കിൾ ഈ ബ്ലഡിനെ സ്ക്യൂസ് ചെയ്ത് ലങ്സിലേക്കുള്ള രക്തക്കുഴലിലേക്ക് പമ്പ് ചെയ്യുന്നു. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബാക്ക് ഫ്ലോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ബാക്ക് ഫ്ലോ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും റൈറ്റ് ആട്രിയത്തിലേക്ക്. ആ ഒരു ബാക്ക് ഫ്ലോ ഒഴിവാക്കാൻ റൈറ്റ് ആട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെ ഇടയിലും ഒരു വാൽവ് ഉണ്ട്. ഞാൻ ഈ വാൽവ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണമെന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ലെഫ്റ്റ് ആട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളുടെയും ഇടയിലുള്ള വാൽവ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണമെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതേപോലെ തന്നെയാണ് ഈ വാൽവും വർക്ക് ചെയ്യുന്നത്. ഇനി റൈറ്റ് വെൻട്രിക്കിളിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു വാൽവ് കൂടിയുണ്ട്. ഈ വാൽവ് എവിടെയെന്ന് വെച്ചാൽ ഈ റൈറ്റ് വെൻട്രിക്കിളിനും ലങ്സിലേക്കുള്ള രക്തക്കുഴലിനും ഇടയിലാണ്. അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഈ രക്തക്കുഴലിലേക്ക് പമ്പ് ചെയ്യപ്പെട്ട ബ്ലഡ്
തിരിച്ച് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരാതിരിക്കാനാണ് ഈ വാൽവ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഹാർട്ടിലെ 4 വാൽവുകൾ വർക്ക് ചെയ്യുന്നത്. ഈ ഹാർട്ടിൻ്റെയും വാൽവുകളുടെയും കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ സാധാരണയായി ചെയ്യാറുള്ള ഒരു കാര്യമാണ്, നമ്മളിങ്ങനെ നമ്മുടെ നെഞ്ചത്ത്, നമ്മുടെ ചെസ്റ്റിൻ്റെ ഇടതുഭാഗത്ത്, നമ്മുടെ ഈ ഹാർട്ട് ഇരിക്കുന്ന ഭാഗത്ത് കൈവച്ച് നോക്കാറുണ്ട്. കൈവച്ച് നോക്കുമ്പോൾ ഉള്ളിൽ നിന്നും ഒരു ടപ്പ് ടപ്പ് ശബ്ദം ഫീൽ ചെയ്യാറുണ്ട്. നമ്മളിതിനെ പറയും ഹാർട്ട് ബീറ്റ്, അല്ലെങ്കിൽ നെഞ്ചിടിപ്പ്, അല്ലെങ്കിൽ ഹാർട്ട് ഇടിക്കുന്ന ശബ്ദമാണെന്നൊക്കെ പറയും. ഞാൻ ഇതിനു മുൻപുള്ള വീഡിയോയിൽ കാർഡിയോ വാസ്കുലർ സിസ്റ്റം പാർട്ട് 1 പറഞ്ഞിരുന്നു, ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഒരു സിംഗിൾ സ്ക്യൂസിനെയാണ് ഒരു സിംഗിൾ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നാം നമ്മൾ ഈ ചെസ്റ്റിൻ്റെ ഇടതുവശത്ത് കൈവച്ചാൽ കേൾക്കുന്ന ശബ്ദം ഈ ലെഫ്റ്റ് വെൻട്രിക്കിള് സ്ക്യൂസ് ചെയ്യുന്ന ശബ്ദമാണ്, അല്ലെങ്കിൽ ഹാർട്ട് കോൺട്രാക്റ്റ് ചെയ്യുന്ന ശബ്ദമാണെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ സത്യത്തിൽ ഇത് ലെഫ്റ്റ് വെൻട്രിക്കിള് സ്ക്യൂസ് ചെയ്യുന്ന ശബ്ദമല്ല. നമ്മുടെ ഹാർട്ടിലെ 4 വാൽവുകൾ മാറി മാറി അടയുന്നതിൻ്റെ ശബ്ദമാണ്. സാധാരണഗതിയിൽ നമ്മൾക്ക് ഈ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ കൈ ചെസ്റ്റിൻ്റെ ഇടതുഭാഗത്തൊക്കെ വെച്ച് നോക്കണം, എന്നാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ നല്ല ഇൻറ്റൻസിറ്റി ഉള്ള ഹാർഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ടും ടും എന്നൊക്കെ ഇടിക്കുന്ന മാതിരി നല്ല നല്ല ശക്തിയിൽ ഹാർട്ട് ഇടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്താ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് വളരെ സ്പീഡിലും ശക്തിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഹാർട്ടിലെ എല്ലാ ചേമ്പേഴ്സും, ലെഫ്റ്റ് വെൻട്രിക്കിള്, ലെഫ്റ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിള്, റൈറ്റ് ആട്രിയം, എല്ലാ ചേമ്പേഴ്സും നല്ല സ്പീഡിലും ശക്തിയിലും അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യും. അപ്പം അതിനനുസൃതമായിട്ട് നമ്മുടെ ഈ ഹാർട്ടിലെ 4 വാൽവുകളും നല്ല സ്പീഡിലും ശക്തിയിലും അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും. അപ്പം അത്ര ശക്തിയിൽ ഈ വാൽവുകൾ അടയ്ക്കുന്നത് കൊണ്ടാണ് നമുക്ക് അത്ര ശക്തിയിൽ ഈ ശബ്ദം ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ചെറിയ സിമ്പിൾ വീഡിയോ ഡെമോൺസ്ട്രേഷൻ സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ ഹാർട്ടിലെ വാൽവുകൾ എങ്ങനെ വർക്ക് ചെയ്യണേ, അത് ഓപ്പൺ ആവുന്നതും ക്ലോസ് ആവുന്നതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ചേമ്പേഴ്സ് കോൺട്രാക്റ്റ് ചെയ്യുന്നതും റിലാക്സ് ചെയ്യുന്നതൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഹാർട്ടിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് സിനോട്രിയൽ നോഡ് എന്ന് പറയും. ഈ സിനോട്രിയൽ നോഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ നേച്ചറലായിട്ടുള്ള പേസ് മേക്കറാന്ന് പറയും. അതായത് നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നത് ഈ സിനോട്രിയൽ നോഡ് പുറപ്പെടുവിക്കുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസിൻ്റെ ബേസിലാണെന്ന് പറയും. അതായത് നമ്മുടെ ഹാർട്ടിന് ഒരു ഹാർട്ട് റേറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ റെസ്റ്റ് ടൈമിലൊക്കെ നമ്മുടെ ഹാർട്ട് ഒരു മിനിമം ഹാർട്ട് റേറ്റിൽ വർക്ക് ചെയ്യും. നമ്മളത് അറിയാറില്ല, നമ്മൾ ശ്രദ്ധിക്കാറില്ല. നോർമൽ റെസ്റ്റ് ടൈമിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് 1 മിനിറ്റിൽ 60 to 70 ടൈംസ് ആണ്. സിനോട്രിയൽ നോഡ് പുറപ്പെടുവിക്കുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആണ് നമ്മുടെ ഹാർട്ട് റേറ്റ് നിശ്ചയിക്കുന്നത്. 1 മിനിറ്റിൽ എത്ര പ്രാവശ്യം നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യണം എന്ന് നിശ്ചയിക്കുന്നത് ഈ സിനോട്രിയൽ നോഡിൻ്റെ ഇമ്പൾസസ് അനുസരിച്ചാണ്. പ്രായമാകുമ്പോൾ ഈ സിനോട്രിയൽ നോഡ് വീക്കാകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ ഇമ്പൾസസിൻ്റെ ഔട്ട്പുട്ട് കുറയും. അപ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയും. അങ്ങനെ അതൊരു പരിധി വിട്ട് അപകടകരമായ രീതിയിൽ കുറയുമ്പോഴാണ് ചില ആളുകൾക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു പേസ് മേക്കർ നമ്മുടെ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് ഹാർട്ടായിട്ട് കണക്ട് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട മെമ്പറായ ഹാർട്ടിൻ്റെ ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ തുടർച്ചയായി വരുന്ന അടുത്ത വീഡിയോയിൽ നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട മെമ്പേഴ്സായ ബ്ലഡ് വെസൽസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ, പാർട്ടുകൾ മിസ്സാവാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാം. ബൈ.